I wanted to share with you the secrets of praying and getting answers from God. സ്നേഹിതന്മാരെ, ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നതിനുള്ള രഹസ്യമാർഗത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. In Psalm 145:18 and 19, സങ്കീർത്തനം 145 18-19 വാക്യങ്ങളിൽ we read that the Lord is near to all those who call on him. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. To those who call on him in truth. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും. The Lord is near when we call on him. നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് സമീപസ്ഥനാകുന്നു. He becomes so near to us. ദൈവം നമുക്ക് വളരെ വളരെ സമീപസ്ഥനായിത്തീരുന്നു. When we call upon Jesus. നമ്മൾ യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ. In your life also, when you keep on calling your relatives or your father or your mother, you keep on contacting them, you keep on contacting your friends, they become so close to you. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ ബന്ധുക്കളെ നിരന്തരമായി വിളിക്കുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതന്മാരോടും പ്രിയപ്പെട്ടവരോടും നിരന്തരമായി ബന്ധം പുലർത്തുകയാണെങ്കിൽ അവരും നിങ്ങളുടെ സമീപസ്ഥരായിത്തീരും. If you don't keep calling to them, then they forget you. നിങ്ങൾ തുടർന്ന് അവരെ വിളിക്കുന്നില്ലെങ്കിൽ, അവരോട് ബന്ധം പുലർത്തുന്നില്ലെങ്കിൽ അവർ തീർച്ചയായും നിങ്ങളെ മറന്നുപോകും. Like that, so many friends have drifted away from my college time. അതുപോലെ എൻ്റെ കോളേജ് കാലഘട്ടത്തിലെ നിരവധി സ്നേഹിതന്മാർ എന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. Now 2 or 3 friends are so close to me. ഇപ്പോൾ 2-3 സ്നേഹിതന്മാർക്ക് മാത്രമാണ് എന്നോട് വളരെ അടുപ്പമുള്ളത്. If you call unto the Lord, നിങ്ങൾ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുകയാണെങ്കിൽ he becomes so near to you. കർത്താവ് നിങ്ങൾക്ക് സമീപസ്ഥനായിത്തീരുന്നു. You experience Jesus so close. നിങ്ങളോട് വളരെ അടുത്തിരിക്കുന്ന യേശുവിനെ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നു. And this verse says, to those who call on him in truth. ഈ വചനം പറയുന്നു, സത്യമായി തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു. To those who call on him with a true passion. സത്യസന്ധമായ ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക്, with a true sincerity. യഥാർത്ഥ ആത്മാർത്ഥതയോടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക്, that they want Jesus. അവർക്ക് യേശുവിനെ വേണം. ആ ആഗ്രഹത്തോടെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക്, more than wanting anything from him, they want him. യേശുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെക്കാൾ അധികം യേശുവിനെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, I love you truly, Lord. കർത്താവേ, സത്യമായും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. To those who call on him with such pure love. അതുപോലെ വിശുദ്ധമായ നിഷ്കളങ്കമായ സ്നേഹത്തോടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക്, this verse says God becomes so close to them. ഈ വചനം വ്യക്തമായി പറയുന്നു, ദൈവം സമീപസ്ഥനായിരിക്കുന്നു. So near to them. ദൈവം അവരുടെ വളരെ അരികിലുണ്ട്. In our family prayer we have experienced this. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഈ സത്യം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. Whenever we pray as a family daily, ദിനംപ്രതി എപ്പോഴെല്ലാം ഞങ്ങൾ കുടുംബസമേതം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവോ, the Lord starts speaking through my father. അപ്പോൾ എൻ്റെ പിതാവിലൂടെ ദൈവം ഞങ്ങളോട് സംസാരിക്കുവാൻ തുടങ്ങുന്നു. saying what all he has in store for our family. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവം എന്തെല്ലാമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അതെല്ലാം വ്യക്തമായി പറഞ്ഞുകൊണ്ട് his prophetic words start flowing from my father. എൻ്റെ പിതാവിലൂടെ ദൈവത്തിന്റെ പ്രവചന ദൂതുകൾ ഞങ്ങളിലേക്ക് ഒഴുകി വരുവാൻ തുടങ്ങുന്നു. because he's overjoyed that we are coming together and seeking him. കാരണം ഞങ്ങൾ ഒത്തൊരുമിച്ച് ദൈവത്തെ അന്വേഷിക്കുവാൻ വന്നതിനാൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ ആനന്ദം നിറഞ്ഞു കവിയുകയാണ്. and many times we have seen, as soon as we finish the family prayer, whatever we have prayed for, answer will ring in the phone. പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഉടനടി ഉത്തരം ലഭിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കുടുംബ പ്രാർത്ഥന അവസാനിപ്പിച്ചാൽ ഉടൻ തന്നെ ഫോൺ ബെൽ മുഴങ്ങും. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായിരിക്കും അത്. he becomes so near to us. കർത്താവ് നമുക്ക് വളരെ വളരെ സമീപസ്ഥനായിത്തീരുന്നു. that we feel Jesus is listening to everything we are saying. നമ്മൾ പറയുന്ന സകല കാര്യങ്ങളും യേശു ശ്രദ്ധയോടെ കേൾക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. answering everything. സകല ആവശ്യങ്ങൾക്കും ഉത്തരം നൽകുന്നത് പോലെയും. the Lord will start walking closely with you. കർത്താവ് നിങ്ങളോട് ചേർന്ന് നിങ്ങളോട് അടുത്ത് നടക്കുവാൻ തുടങ്ങും. because you become so familiar to the Lord. കാരണം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ കർത്താവിനെ സുപരിചിതനായി തീരുന്നു. that's how thick friends are. ആത്മാർത്ഥ സ്നേഹിതന്മാർ എപ്പോഴും അങ്ങനെയാണ്. they cannot be without each other. അവർക്ക് പരസ്പരം വേർപിരിഞ്ഞിരിക്കുവാൻ സാധിക്കുകയില്ല. they tell them everything. അവർ സകലതും പരസ്പരം പങ്കുവയ്ക്കും. they stand with each other for everything.
അവർ സകല കാര്യങ്ങൾക്കും ഒത്തൊരുമിച്ച് ഉറച്ചു നിൽക്കും. That's the relationship you will experience with the Lord. അതുപോലെ ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കത് അനുഭവിച്ചറിയാനാകും. I was just worrying about this thing. നിങ്ങൾ ഇങ്ങനെ പറയും, ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയായിരുന്നു. Immediately something is happening exactly on what I'm worrying about. എന്നാൽ ഉടനടി ഞാൻ വിഷമിച്ചിരുന്ന ഈ കാര്യത്തിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. Or immediately God is guiding in my heart. അല്ലെങ്കിൽ നിങ്ങൾ പറയും, ഉടനടി ദൈവം എന്റെ ഹൃദയത്തിൽ അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി. Immediately is encouraging me through this person. അല്ലെങ്കിൽ ഉടനടി ഈ വ്യക്തിയിലൂടെ ദൈവം എനിക്ക് ധൈര്യം നൽകി, ദൈവം എന്നെ പ്രോത്സാഹിപ്പിച്ചു. You will see God walking with you. അതെ, ഇതുപോലെ ദൈവം നിങ്ങളോടൊപ്പം നടക്കുന്നത് നിങ്ങൾ കാണും. But in this world we might think why prayers aren't answered instantly many times. എന്നാൽ ഈ ലോക ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഉടനടി പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തത് എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. You see, if we pay for a car in a car dealership, നോക്കൂ, നിങ്ങൾ ഒരു കാർ വാങ്ങുന്നതിന് വേണ്ടി കാർ ഡീലർക്ക് പണം കൊടുക്കുകയാണെങ്കിൽ you will walk home with the car. നിങ്ങൾക്ക് ആ കാറും എടുത്ത് വീട്ടിലേക്ക് പോകുവാൻ കഴിയും. They will give it to you. അവർ ഉടനടി കാർ നിങ്ങൾക്ക് നൽകും. If you go and buy groceries, നിങ്ങൾ പോയി പലചരക്ക് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ, go and buy vegetables, നിങ്ങൾ പച്ചക്കറികൾ വാങ്ങുകയാണെങ്കിൽ, they will pack it up, give it to you, and you will carry it home in a bag. അവർ അതെല്ലാം പൊതിഞ്ഞു തരും. നിങ്ങൾ ഒരു ബാഗിൽ അതെല്ലാം എടുത്ത് വീട്ടിലേക്ക് വരും. If you invest in something, നിങ്ങൾ എന്തെങ്കിലും പദ്ധതികളിൽ പണം നിക്ഷേപിച്ചാൽ you can track and see how your investment is doing, how much returns you will get. നിങ്ങളുടെ നിക്ഷേപത്തിന്റെ വളർച്ചയും നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന തുകയും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം. If you work for something, നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ, that month the salary will come. ആ മാസം നിങ്ങൾക്ക് അതിനുള്ള ശമ്പളം ലഭിക്കും. All these things you are able to see and receive in this world physically. ഈ ഭൗതിക ലോകത്തിൽ ഇതുപോലെയെല്ലാം ജോലി ചെയ്യുവാനും പ്രവർത്തിക്കുവാനും അതിനുള്ള പ്രതിഫലം വാങ്ങുവാനും നിങ്ങൾക്ക് സാധിക്കും. And instantly. ഉടനടി നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. We are all so impatient in this age. കൂടാതെ ഈ പ്രായത്തിൽ നമ്മൾ എല്ലാവരും വളരെയധികം അക്ഷമരാണ്. We want quick results for whatever we ask for or whatever we do. നമ്മൾ എന്ത് ചെയ്യുന്നുവോ, എന്തിനു വേണ്ടി യാചിക്കുന്നുവോ, ഉടനടി അതിന് മറുപടി ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. That's why people opt for these things, because they get something physically quickly. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എന്തെന്നാൽ അവർക്ക് അതിനുള്ള പ്രതിഫലം ഉടനടി ലഭിക്കുന്നു. Nowadays, if you click on something online, you want it to immediately be processed and immediately be sent home. ഇക്കാലത്ത് ഓൺലൈനായി നിങ്ങൾ എന്തെങ്കിലും വാങ്ങുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഉടനടി അത് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരും. Not even too many clicks, just one click, I want it to be done. നിങ്ങൾ നിരവധി തവണ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഒരൊറ്റ തവണ ക്ലിക്ക് ചെയ്താൽ മതി, ഉടനടി ആ സാധനം വീട്ടിൽ എത്തിച്ചേരും. Some young people say, oh, he has become a superstar, I also tomorrow want to become a superstar. യുവജനങ്ങളിൽ ചിലർ പറയുന്നു, അയ്യോ, അവൻ ഒരു സൂപ്പർ സ്റ്റാറായി തീർന്നിരിക്കുന്നു, നാളെ തന്നെ എനിക്കും ഒരു സൂപ്പർ സ്റ്റാറായി മാറണം. Tomorrow I want to become a great businessman. നാളെ തന്നെ എനിക്ക് വലിയൊരു ബിസിനസ്മാനായി മാറണം. Mummy will say, how can you be a great businessman tomorrow? നിങ്ങളുടെ അമ്മ നിങ്ങളോട് ചോദിക്കും, നാളെ നിനക്ക് എങ്ങനെ വലിയൊരു ബിസിനസ്മാനായി തീരുവാൻ കഴിയും? She will say, look, in the movie they are showing like that. അതിന് മറുപടിയായി നമ്മൾ പറയും, നോക്കൂ, ആ സിനിമയിൽ അവർ അപ്രകാരം കാണിച്ചു തരുന്നുണ്ട്. We want everything instantly. നമുക്കെല്ലാം വേഗത്തിൽ പെട്ടെന്ന് വേണം. We want everything now. നമുക്ക് ഇപ്പോൾ തന്നെ സകലതും ലഭിക്കണം. It's the right now mentality. നമ്മൾ ആവശ്യപ്പെട്ടതെല്ലാം ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടണം. അതാണ് നമ്മുടെ മനോഭാവം. I want what I want right now. ഞാൻ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ തന്നെ എനിക്ക് കിട്ടണം. Like little children we become. അതെ, പലപ്പോഴും നമ്മൾ കൊച്ചുകുട്ടികളെ പോലെ ആയിത്തീരുന്നു. നമുക്കെല്ലാം ഇപ്പോൾ തന്നെ വേണമെന്ന് നമ്മൾ പറയുന്നു. It is not so with prayer. എന്നാൽ പ്രാർത്ഥനയുടെ കാര്യത്തിൽ അതൊരിക്കലും സംഭവിക്കില്ല. Sometimes you are able to see immediate answers coming to you. ചിലപ്പോൾ ഉടനടി പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. Sometimes you have to wait. എന്നാൽ ചിലപ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. You don't know who you're talking to and if he's listening to you. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല, അവൻ കേൾക്കുന്നുണ്ടോ എന്നതും നിങ്ങൾക്കറിയില്ല. You don't know what is happening with the time you have invested in that prayer. നിങ്ങൾ ആ പ്രാർത്ഥനയിൽ ചെലവഴിച്ച സമയത്ത് എന്ത് സംഭവിച്ചു എന്ന കാര്യവും നിങ്ങൾക്കറിയില്ല. Sometimes you continue to see the bad things happening even though you pray. ചിലപ്പോൾ നിങ്ങൾ നല്ലവണ്ണം പ്രാർത്ഥിച്ചിട്ടും നിങ്ങളെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും. We don't know why we are being led that way. എന്തുകൊണ്ടാണ് അത്തരം അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്നതെന്ന് നമുക്കറിയില്ല. It's so hard to take.
അതെല്ലാം അംഗീകരിക്കുവാൻ വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. You become so demotivated and we stop praying. നിങ്ങൾ വളരെയധികം നിരുത്സാഹത്തിന് അടിമപ്പെട്ടു പോകുന്നു, പ്രാർത്ഥിക്കുന്നത് നിർത്തുകയും ചെയ്യുന്നു. Am I doing a good job to make you pray? നിങ്ങളെ പ്രാർത്ഥിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ നല്ലൊരു കാര്യമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? Am I convincing you to pray? പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ ബോധവൽക്കരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? I'm just telling you the reality of how a man sees prayer as a human. മാനുഷികമായി ഒരാൾ പ്രാർത്ഥനയെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു, അത്രമാത്രം. But my friends, എന്നാൽ എൻ്റെ സ്നേഹിതന്മാരെ, you should know that your prayer is processed immediately. നിങ്ങൾ ഒരു കാര്യം അറിയണം, അതായത് നിങ്ങളുടെ പ്രാർത്ഥന ഉടനടി പരിഗണിക്കപ്പെടുന്നു. Yes, you get things immediately from the businesses of the world, from the companies of the world. അതെ, ബിസിനസ് സംബന്ധമായി ലോകത്തിലെ കമ്പനികളിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ ഉടനടി നിങ്ങൾക്കത് ലഭിക്കുന്നു. You can buy something quickly. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വേഗത്തിൽ വാങ്ങുവാനും സ്വന്തമാക്കുവാനും കഴിയും. But do they care about your well-being with those products? എന്നാൽ ആ ഉൽപ്പന്നങ്ങളിലൂടെ നിങ്ങൾക്ക് നന്മ ഉണ്ടാകണമെന്ന കാര്യത്തിൽ അവർക്ക് വല്ല താല്പര്യവുമുണ്ടോ? Do they care about whether you really need it or not? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ ഉൽപ്പന്നം ആവശ്യമാണോ അല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കാറുണ്ടോ? Do they care about whether you have enough money to buy it or ആ not? ഉൽപ്പന്നം വാങ്ങുവാൻ ആവശ്യമായ പണം നിങ്ങളുടെ പക്കൽ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കാറുണ്ടോ? They'll say, put your credit card inside. That's enough for you. അവർ ഇപ്രകാരം പറയും, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഈ ഉൽപ്പന്നം വാങ്ങൂ. Worry about the rest later. അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോർത്ത് നിങ്ങൾ വിഷമിച്ചുകൊള്ളൂ. Let your money keep flowing inside, madam. മാഡം, നിങ്ങളുടെ പണം ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. You also don't worry. We also won't worry. നിങ്ങളും വിഷമിക്കേണ്ട കാര്യമില്ല, ഞങ്ങളും വിഷമിക്കുന്നില്ല. But God cares for you. എന്നാൽ ദൈവം നിങ്ങളെ പരിപാലിക്കുന്നു, നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുക്കുന്നു. He cares about what you want, നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ദൈവം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. what you need. നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ദൈവം അറിയുന്നു. He cares about what you have in your hands. നിങ്ങളുടെ പക്കൽ എന്താണുള്ളത് അതിനെക്കുറിച്ചും ദൈവം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. He cares about shaping your life correctly. നിങ്ങളുടെ ജീവിതം ശരിയായ രീതിയിൽ രൂപപ്പെടുത്തുന്നതിൽ ദൈവം പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നു. He cares about your growth long term. നിങ്ങളുടെ ദീർഘകാല വളർച്ചയിൽ ദൈവം പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നു. He cares about building up your life. നിങ്ങളുടെ ജീവിതം കെട്ടിപ്പണിയുന്നതിലും ദൈവം പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നു. He cares about your heart. നിങ്ങളുടെ ഹൃദയത്തെക്കുറിച്ചും ദൈവം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. These businesses can never give you peace. ഈ ബിസിനസ്സുകൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ കഴിയില്ല. They are only a transaction. അതെല്ലാം വെറും ബിസിനസ് ഇടപാടുകൾ മാത്രമാണ്. Only God can give you peace through what He gives you. ദൈവം നിങ്ങൾക്ക് നൽകുന്നത് എന്താണോ അതിലൂടെ നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. What is prayer? എന്താകുന്നു പ്രാർത്ഥന? Prayer is not a transaction. പ്രാർത്ഥന വെറുമൊരു ഇടപാടല്ല. It's not a transaction that you're doing with God. നിങ്ങൾ ദൈവത്തോട് ചെയ്യുന്ന ഒരു ഇടപാടൊന്നുമല്ല പ്രാർത്ഥന. Saying, oh, I'll give you one prayer today, Lord. കർത്താവേ, ഇന്ന് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഒരു പ്രാർത്ഥന അർപ്പിക്കും. You give me one bike tomorrow. അതിന് മറുപടിയായി നാളെ അങ്ങ് എനിക്കൊരു ബൈക്ക് നൽകണം. You heal my kidney tomorrow. അങ്ങ് നാളെ എൻ്റെ വൃക്കകൾക്ക് സൗഖ്യം നൽകണം. You increase my wages today. അങ്ങ് നാളെ എൻ്റെ ശമ്പളം വർദ്ധിപ്പിക്കണം. You make my daughter better today. അങ്ങ് എൻ്റെ മകളെ നാളെ കൂടുതൽ നല്ലവളാക്കി മാറ്റണം. Many sons are the problem, I think, more than the daughters. പുത്രിമാരെക്കാൾ പുത്രന്മാരാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് തോന്നുന്നു. Is it so, sons? പുത്രന്മാരെ, അങ്ങനെ തന്നെയാണോ? ഞാൻ പറയുന്നത് ശരിയാണോ? Today I want this, this, this and this. കർത്താവേ, ഇന്ന് എനിക്ക് ഇത് വേണം, ഇത് വേണം, ഇത് തന്നെ വേണം. Because I have given you prayer. കാരണം ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ചുവല്ലോ. We treat it like a transaction many times. അതെ, പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയെ ഒരു കച്ചവട ഇടപാട് പോലെയാക്കി മാറ്റുന്നു. But prayer is a reverential relationship moment with the Lord. എന്നാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഭയഭക്തിയോടെ ചെലവഴിക്കുന്ന നിമിഷങ്ങളാണ്. It's a moment to connect and unite with the Almighty God Himself. സർവശക്തനായ ദൈവവുമായി ബന്ധം സ്ഥാപിക്കുന്ന സുവർണ നിമിഷങ്ങളാണ് പ്രാർത്ഥന. The most powerful one coming into your life. പ്രാർത്ഥനയിലൂടെ അതിശക്തനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. That's all we can ever need in our life. അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. We worship the Lord passionately in prayer. നമ്മൾ പ്രാർത്ഥനയിൽ അത്യധികമായ താല്പര്യത്തോടെ ദൈവത്തെ ആരാധിക്കുന്നു.
We praise Him from the bottom of our heart. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. We pour our love upon Him. നമ്മൾ നമ്മുടെ സ്നേഹം ദൈവത്തിന്റെ മേൽ പകരുന്നു. And He pours His love upon us. ദൈവം തന്റെ സ്നേഹം നമ്മുടെ മേലും പകരുന്നു. Prayer makes us gain the greatest treasure in this world. ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായ നിക്ഷേപം സ്വന്തമാക്കുവാൻ പ്രാർത്ഥന നമ്മെ പ്രാപ്തരാക്കുന്നു. It makes you gain the Lord in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള പ്രാപ്തി പ്രാർത്ഥന നിങ്ങൾക്ക് നൽകുന്നു. When you have the Lord Himself, കർത്താവ് തന്നെ നിങ്ങളിൽ വസിക്കുമ്പോൾ, in whom are hidden all the treasures. ആരിലാണോ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നത്, ആ കർത്താവ് നിങ്ങളിൽ വസിക്കുകയാണെങ്കിൽ That's all that we need, my friend. നമുക്ക് അത് മാത്രമാണ് ആവശ്യമായിരിക്കുന്നത്. I feel His presence every time I sit to pray. ഓരോ സന്ദർഭത്തിലും പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നു. And my heart is satisfied every time I pray. ഓരോ സന്ദർഭത്തിലും പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഹൃദയം തൃപ്തിപ്പെടുന്നു. Satisfied that He has come into me. കർത്താവ് എന്നിലേക്ക് വരുന്നതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്നു. And I call on Him for everything, not just for one moment of the day. ദിവസത്തിൽ ഒരു നിമിഷം മാത്രമല്ല, സകല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. Not in a formal way. ഔപചാരികമായിട്ടല്ല ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നത്. Not just a one-way communication. അത് ഏകപക്ഷീയമായ ഒരു ആശയവിനിമയമല്ല. I ask Him and He fills me with His Spirit. ഞാൻ കർത്താവിനോട് യാചിക്കുന്നു. കർത്താവ് തന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കുന്നു. Brings peace to my soul. എന്റെ ആത്മാവിന് സമാധാനം നൽകുന്നു. And takes me into all that I need that day. ആ ദിവസത്തേക്ക് എനിക്ക് ആവശ്യമായ സകലതും ദൈവം എനിക്ക് നൽകുന്നു. So I've started depending on Him for everything. അതുകൊണ്ട് സകല കാര്യങ്ങൾക്കും ഞാൻ ദൈവത്തിൽ ആശ്രയം വെക്കുവാൻ തുടങ്ങി. I've started completely being dependent on God. ഞാൻ സമ്പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുവാൻ ആരംഭിച്ചു. If I'm going into a meeting, I pray. ഞാൻ ഒരു യോഗത്തിന് പോകുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും. If I'm sitting to study something, I pray. ഞാൻ എന്തെങ്കിലും പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കും. I just ask Him. ഞാൻ ദൈവത്തോട് യാചിക്കും. If I'm going to make a decision, I ask Him. ഞാൻ ഒരു തീരുമാനമെടുക്കുവാൻ പോകുകയാണെങ്കിൽ ദൈവത്തോട് യാചിക്കും. If I'm going to make a phone call, I ask Him. ഞാൻ ഒരു ഫോൺ ചെയ്യുവാൻ പോകുകയാണെങ്കിൽ അതിനുവേണ്ടിയും ഞാൻ കർത്താവിനോട് യാചിക്കും. Bless this, Lord. കർത്താവേ, ഈ സംഭാഷണത്തെ അനുഗ്രഹിക്കണം. Let your will be done in this. ഇതിലൂടെ അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ. When we were little children, our family would pray for ഞങ്ങൾ everything. കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ ഞങ്ങളുടെ കുടുംബം സകല ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. Waking up, they'll say, "You kneel down and pray." അവർ ഞങ്ങളെ വിളിച്ചുണർത്തി മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളോട് ആവശ്യപ്പെടും. Then they would ask us to come to the family prayer. പിന്നീട് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളോട് ആവശ്യപ്പെടും. Then they would sit to eat and pray before that. പിന്നീട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അതിനു മുൻപായി അവർ പ്രാർത്ഥിക്കും. Then before school, we have to get prayers from mommy, from daddy. അതിനുശേഷം സ്കൂളിൽ പോകുന്നതിനു മുൻപ് മാതാപിതാക്കളുടെ അരികിലേക്ക് പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ കടന്നു ചെല്ലും. Then our grandmother will call us, then our grandfather will call us. We have to get prayer from everybody. അതിനുശേഷം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ വലിയപ്പച്ചനും വലിയമ്മച്ചിയും ഞങ്ങളെ വിളിക്കും. അങ്ങനെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. We'll say it's getting late for school. ഞങ്ങൾ പറയും, ഇതാ സമയം വൈകുന്നു, സ്കൂളിലെത്താൻ വൈകും. No going. എന്നാൽ അവരതൊന്നും കാര്യമാക്കില്ല. Pray for us, kiss us, and then only send us. അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞങ്ങളെ ഉമ്മ വയ്ക്കും, പിന്നീട് സ്കൂളിലേക്ക് പറഞ്ഞയക്കും. Being soaked in the presence of God fully. അങ്ങനെ ആ ദിവസം മുഴുവൻ ഞങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കും. Don't allow God to become far from you. ദൈവം നിങ്ങളിൽ നിന്ന് അകന്നു പോകുവാൻ ഒരിക്കലും അനുവദിക്കരുത്. Keep Him so close to you. നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ സമീപസ്ഥനാക്കി തീർക്കുവിൻ. And you don't have to worry about anything else in your life. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ചോർത്തും വ്യാകുലപ്പെടേണ്ടി വരികയില്ല. Your heart will always be rejoicing and praising that the greatest thing in this world is with you. ഈ ലോകത്തിലെ മഹത്തായ അനുഗ്രഹം നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹൃദയം എപ്പോഴും ആനന്ദിക്കും, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. My grandfather, Dr. D.G.S. Dinakaran, would see the Lord appearing to him every time he sits to pray. എൻ്റെ വലിയപ്പച്ചൻ ഡോക്ടർ DGS ദിനകരൻ എപ്പോഴെല്ലാം അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ ഇരിക്കുന്നുവോ അപ്പോഴെല്ലാം ദൈവത്തെ അദ്ദേഹം മുഖാമുഖമായി ദർശിച്ചിരുന്നു. It's a unique grace that God gave him. ദൈവം അദ്ദേഹത്തിന് നൽകിയ അനന്യമായ ഒരു കൃപയാണ് അത്. When he would pray for the family members or when he would pray for the prayer requests, അദ്ദേഹം കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന പ്രാർത്ഥനാപേക്ഷകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ the Lord would appear and personally answer him and show him the future. ദൈവം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടും,
വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. ഭാവി ജീവിതം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കും. He would take those answers and bring it to the people. അദ്ദേഹം പ്രാർത്ഥനയ്ക്കുള്ള ആ ഉത്തരങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് അത് ജനങ്ങൾക്ക് പകർന്നു നൽകും. The Lord drew near to him. സത്യമായും ദൈവം അദ്ദേഹത്തിന് വളരെ വളരെ സമീപസ്ഥനായിരുന്നു. So near that he could see him and talk to him. ദൈവത്തെ കാണത്തക്കവണ്ണം, ദൈവത്തോട് സംസാരിക്കത്തക്കവണ്ണം ദൈവം അദ്ദേഹത്തിന് സമീപസ്ഥനായിരുന്നു. Shouldn't that be all our desire too? നമ്മൾ എല്ലാവരുടെയും ആഗ്രഹം അതുതന്നെ ആകേണ്ടതല്ലേ? I am also asking for this grace along with you today. നിങ്ങളോടൊപ്പം ഇന്ന് ഈ കൃപയ്ക്ക് വേണ്ടി ഞാനും ദൈവത്തോട് യാചിക്കുകയാണ്. In Jeremiah 29:13, the Bible says, യിരെമ്യാവ് 29:13 വേദപുസ്തകം പറയുന്നു, "You will seek me and find me നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയും ചെയ്യും. when you seek me with all your heart." നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. When you show above all else that you want him. മറ്റെല്ലാറ്റിനേക്കാളും അധികമായി നിങ്ങൾക്ക് ദൈവത്തെ ആവശ്യമാണെന്ന് നിങ്ങൾ ദൈവത്തിന് കാണിച്ചു കൊടുക്കുമ്പോൾ, Those who call on him in truth ആരെല്ലാം ദൈവത്തെ സത്യമായി വിളിച്ചപേക്ഷിക്കുന്നുവോ will find him. അവർ ദൈവത്തെ കണ്ടെത്തും. Matthew 6:33 says, മത്തായി 6:33 പറയുന്നു, "Seek ye first the kingdom of God and his righteousness, മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, and all these things shall be added unto you." അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. Not being rooted to any other thing in this world. ഈ ലോകത്തിലെ മറ്റൊന്നിലും വേരൂന്നാതെ, Saying, only if I get these things I can live. ഈ കാര്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ എനിക്ക് ജീവിക്കുവാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, I am dependent on this thing, or dependent on getting this thing. ഞാൻ ഈ കാര്യത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നു, ഈ കാര്യങ്ങൾ ലഭിക്കുന്നതിലാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. Only that will give me life. അത് മാത്രമേ ഈ ലോകത്തിൽ എനിക്ക് ജീവൻ പകർന്നു നൽകൂ. If you are rooted too strongly to anything in this world, നിങ്ങൾ ഈ ലോകത്തിലെ എന്തെങ്കിലും ഒന്നിൽ അതിശക്തമായി വേരൂന്നിയാൽ, the Lord is a jealous God. നമ്മുടെ ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ്. നമ്മൾ മറ്റൊന്നിന് അടിമപ്പെടരുതെന്ന് ദൈവം He ആഗ്രഹിക്കുന്നു. will remove it so that he can establish connection straight with him. ദൈവം ഉടനടി അതിനെ പിഴുതെറിയും. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തോട് നേരിട്ട് ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും. So that through him you can get much more than what you have been wanting. അതുകൊണ്ട് നിങ്ങൾ എന്തിനെല്ലാം വേണ്ടിയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം അതിലുപരിയായി ദൈവം മുഖാന്തരം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയും. So earnestly seek him. ആകയാൽ സത്യസന്ധമായി ദൈവത്തെ അന്വേഷിക്കുവിൻ. How has the Lord taught us to pray? ദൈവം എങ്ങനെയാണ് നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചിരിക്കുന്നത്? In Matthew we see that how the Lord Jesus taught us to pray. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണ് നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. I just want to highlight some points in that prayer. ഞാൻ ചില പോയിന്റുകൾ മാത്രം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. In Matthew 6:9-13 we read this. മത്തായി 6:9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് വായിക്കുന്നത്. Jesus said, "This then is how you should pray. യേശു പറഞ്ഞു, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. Our Father in heaven, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, hallowed be thy name. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. Your kingdom come." നിന്റെ രാജ്യം വരേണമേ. Look at the reverence with which this prayer is made. നോക്കൂ, എത്ര ഭയഭക്തിയോടെയാണ് ഈ പ്രാർത്ഥന രചിക്കപ്പെട്ടിരിക്കുന്നത്. He asks us to call him Father. തന്നെ പിതാവേ എന്ന് വിളിക്കുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. Our heavenly Father. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. That's the relationship of prayer. പ്രാർത്ഥനയിലൂടെ ഉരുവാകുന്ന ആ ദൃഢമായ ബന്ധം ഇതാണ്. To be so close to him. പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് അടുത്ത ബന്ധം ഉണ്ടാകുന്നു. Even if we call him a king or a master, നമ്മൾ ദൈവത്തെ യജമാനനെ, രാജാവേ എന്ന് വിളിക്കുകയാണെങ്കിൽ it means we have to wait for the favor of the king. അതിന്റെ അർത്ഥം രാജാവിന്റെ കൃപയ്ക്കായി നമ്മൾ കാത്തിരിക്കണം എന്നതാണ്. But for a father you don't need to wait for his favor. It's already upon you. എന്നാൽ നിങ്ങൾ പിതാവിന്റെ കൃപയ്ക്കായി, പ്രീതിക്കായി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പിതാവിന്റെ കൃപ എപ്പോഴും നിങ്ങളുടെ മേലുണ്ട്. Our heavenly Father, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, hallowed be your name. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. The reverence we give to the name of the Lord. ദൈവനാമത്തിന് നമ്മൾ നൽകുന്ന ഭയഭക്തി. Hallowed be your name. ദൈവമേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. Worship his name. ദൈവത്തിന്റെ നാമത്തെ ആരാധിക്കുവിൻ. Praise his name. ദൈവനാമത്തിന് സ്തുതികൾ കരേറ്റുവിൻ. And then you will forget about all your worries and fears. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സകല ഭയങ്ങളും വിഷമങ്ങളും മറന്നുകളയും.
as your heart honors God's name. നിങ്ങളുടെ ഹൃദയം ദൈവനാമത്തിന് മാനവും മഹത്വവും കരേറ്റുമ്പോൾ Many times as I start to read the Bible and pray, I put on some worship music and just honor and glorify the Lord. പലപ്പോഴും ഞാൻ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ആരാധനാ ഗാനങ്ങൾ വെച്ച് ദൈവത്തെ ബഹുമാനിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. Firstly, it will wake me from my sleep. ഒന്നാമതായി അത് ഉറക്കത്തിൽ നിന്ന് എന്നെ ഉണർത്തും. And secondly, it will take me into His glorious presence. രണ്ടാമതായി അത് ദൈവത്തിന്റെ മഹനീയ സാന്നിധ്യത്തിലേക്ക് എന്നെ The കൂട്ടിക്കൊണ്ടുപോകും. Lord will fill my heart കർത്താവിന്റെ ഹൃദയത്തെ നിറയ്ക്കും. as I honor Him, ഞാൻ ദൈവത്തെ മാനിക്കുമ്പോൾ, bow before His name, ദൈവനാമത്തിന് മുൻപാകെ വണങ്ങുമ്പോൾ, fear His great name. ദൈവത്തിന്റെ മഹത്തായ നാമത്തെ ഭയപ്പെടുമ്പോൾ. He is a Father, അതെ, yes, ദൈവം നമ്മുടെ പിതാവ് തന്നെയാണ്. but He is a great God. എന്നാൽ ദൈവം മഹാനായ ദൈവമാണ്. Let us not forget that and treat Him like trash. നമുക്കത് മറക്കാതിരിക്കാം, ദൈവത്തെ നിസ്സാരമായി കാണാതിരിക്കാം. Treat Him so cheaply. നമ്മൾ ദൈവത്തെ പലപ്പോഴും വളരെ നിസ്സാരമായി കാണുന്നു. Lord, you come, you give me this. Okay, go. കർത്താവെ, അങ്ങ് വന്ന് എനിക്കിത് നൽകണമേ, പിന്നീട് അങ്ങേക്ക് പോകാം. We can never demand anything from Him. നമുക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും ഒരിക്കലും ആവശ്യപ്പെടാൻ We കഴിയില്ല. need His favor. നമുക്ക് ദൈവത്തിന്റെ കൃപയാണ് ആവശ്യം. If His face turns toward us, ദൈവം തന്റെ തിരുമുഖം നമുക്ക് നേരെ തിരിക്കുകയാണെങ്കിൽ that's all. അത് മാത്രം മതി. If His favor comes upon us, ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വരികയാണെങ്കിൽ that's all. അത് മാത്രം മതി. Worship Him, ദൈവത്തെ ആരാധിക്കുവിൻ, honor Him, ദൈവത്തെ മാനിക്കുവിൻ, and cherish the Lord. ദൈവത്തെ സന്തോഷിപ്പിക്കുവിൻ. For He has already freely given Himself to you. എന്തെന്നാൽ ദൈവം തന്നെത്താൻ സൗജന്യമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. So worship Him and receive Him, ആകയാൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്വീകരിക്കുവിൻ. and receive His kingdom. ദൈവത്തിന്റെ രാജ്യം നിങ്ങൾ സ്വീകരിക്കുവിൻ. In Proverbs 18:10 it says, സദൃശവാക്യം 18:10 ഇപ്രകാരം പറയുന്നു: the name of the Lord is a strong tower. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. The righteous run into it and they are safe. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. Every morning run under that name. എല്ലാ പ്രഭാതത്തിലും ദൈവത്തിന്റെ നാമത്തിങ്കലേക്ക് ഓടിച്ചെല്ലുവിൻ. Hide under that name ആ നാമത്തിന് കീഴിൽ ഒളിഞ്ഞിരിക്കുവിൻ. and wear that name upon your forehead. നിങ്ങളുടെ നെറ്റിയിൽ ആ നാമം ധരിച്ചുകൊള്ളുവിൻ. You can be safe from the attacks of the devil. നിങ്ങൾക്ക് പിശാചിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാം. You can be safe from the attack of your enemies. നിങ്ങൾക്ക് ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാം. You can be safe from the problems of the world. നിങ്ങൾക്ക് ലോകത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാം. They cannot defeat you അവയ്ക്ക് നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. because you are safe in the strong tower of His name. കാരണം നിങ്ങൾ ദൈവത്തിന്റെ ബലമുള്ള നാമത്തിൻ കീഴിൽ സുരക്ഷിതരാണ്. Then the Lord Jesus teaches us, പിന്നീട് യേശുക്രിസ്തു മറ്റൊരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നു. your will be done നിന്റെ ഇഷ്ടം on earth as it is in heaven. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകട്ടെ. Surrender to His will. ദൈവത്തിന്റെ ഇഷ്ടത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുവിൻ. It might be hard to do. ഒരുപക്ഷെ അത് ചെയ്യുവാൻ വളരെ പ്രയാസമായിരിക്കാം. Trusting in somebody to do something for you. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനെ നിങ്ങൾ മറ്റൊരാളിൽ ആശ്രയിക്കൽ. That means you're giving it out of your hands into somebody else's hands. അതായത് അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ മറ്റൊരാളുടെ കയ്യിലേക്ക് നൽകുന്നു എന്ന സാരം. You are giving the responsibility to run your life to somebody else. അതായത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ മറ്റൊരാളുടെ കയ്യിൽ If ഏൽപ്പിക്കുന്നു. you tell your friend, you start making all the decisions for me, you start running my life, how will you feel? എന്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നീ എടുക്കൂ, എന്റെ ജീവിതത്തെ നീ മുന്നോട്ട് നയിക്കൂ എന്നിങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുക? You feel so nervous. തീർച്ചയായും നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടും. But we are giving it to the Almighty God, എന്നാൽ ഇവിടെ നാം നമ്മുടെ ജീവിതം സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ who ഏൽപ്പിക്കുന്നു. already knows the plans for our life and has created us so. നമ്മെ സൃഷ്ടിച്ച് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ പദ്ധതികളെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നാം ജീവിതം So സമർപ്പിക്കുന്നു. you are giving into the best hands. ആകയാൽ ജീവിതം നിങ്ങൾ ഏറ്റവും ഉത്തമമായ കരങ്ങളിലാണ് സമർപ്പിക്കുന്നത്. More than you, He can run your life better. നിങ്ങളെക്കാൾ നന്നായി ജീവിതത്തിൽ നിങ്ങളെ വഴി നടത്തുവാൻ ദൈവത്തിന് കഴിയും. 1 Corinthians 6 says your life is not your own when the Holy Spirit comes and your body becomes the temple of the Holy Spirit. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി തീരുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് സ്വന്തമല്ല എന്ന് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പറയുന്നു. Your will be done on earth as it is in heaven.
ദൈവമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകട്ടെ. Myself and my wife Shilpa, ഞാനും എൻ്റെ ഭാര്യ ശില്പയും when we got married, we placed the responsibility to run our married life in His hands. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു. This marriage is for you, Lord, കർത്താവേ, ഞങ്ങൾ വിവാഹിതരായത് അങ്ങേക്കു വേണ്ടിയാണ്. because you united us together. കാരണം അങ്ങാണ് ഞങ്ങളെ പരസ്പരം ഒന്നാക്കി തീർത്തത്. And use our married life to bring glory to your name. അങ്ങയുടെ നാമത്തിന്റെ മഹത്വം കരയേറ്റുന്നതിനായി ഞങ്ങളുടെ വിവാഹ ജീവിതത്തെ അങ്ങ് ഉപയോഗിക്കണമേ. Because I am from a ministry background. കാരണം ഞാൻ ശുശ്രൂഷ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. She is from a medical background. അവൾ മെഡിക്കൽ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നും. I will run in this direction, she will run in that direction. ഞാൻ ഈ ദിശയിലൂടെ മുന്നോട്ട് പോകും, അവൾ ആ ദിശയിലൂടെ മുന്നോട്ട് പോകും. Both are very hard to go in the same way. രണ്ടുപേരും ഒരേ ദിശയിലൂടെ മുന്നോട്ട് പോകുവാൻ വളരെ പ്രയാസമാണ്. We will not be able to be together. ഞങ്ങൾക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. So we didn't know how life is going to be. ആകയാൽ ഞങ്ങളുടെ ജീവിതം എങ്ങനെയായി തീരുവാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. But we said that responsibility, we push it to you, Lord. എന്നാൽ കർത്താവേ, ആ ഉത്തരവാദിത്തം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു. You lead us and open the right doors at the right times to run our life. കർത്താവേ, അങ്ങ് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ വാതിലുകൾ തക്ക സമയത്ത് തുറന്നു തരണമേ. Your will be done. കർത്താവേ, അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ. And once you say that, ഒരിക്കൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ Jesus teaches us to ask, give us today your daily bread. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ യേശു നമ്മെ പഠിപ്പിക്കുന്നു. After surrendering to the will of God, ദൈവഹിതത്തിനെ നാം നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചതിന് ശേഷം ask for your daily needs to Him. നിങ്ങളുടെ അനുദിന ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തോട് യാചിക്കുവിൻ. It doesn't mean you should never ask to the Lord. നിങ്ങൾ ദൈവത്തോട് ഒരിക്കലും യാചിക്കരുത് എന്നർത്ഥമില്ല. He says, ask what you want in my name. യേശു പറയുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എൻ്റെ നാമത്തിൽ നിങ്ങൾ യാചിക്കുവിൻ, I will do it. ഞാനത് ചെയ്തു തരും. He makes us ask our daily bread, what we need that day. ഒരു ദിവസം നമുക്ക് ആവശ്യമായത് എന്താണോ അതിനുവേണ്ടി യാചിക്കുവാൻ കർത്താവ് നമ്മെ പ്രാപ്തരാക്കുന്നു. Don't worry about tomorrow, he said. നാളേക്കായി വിചാരപ്പെടരുതെന്ന് കർത്താവ് പറയുന്നു. Tomorrow brings the trouble of its own. ഓരോ ദിവസത്തിനും അതാതിന്റെ ദോഷം മതി. Ask me every day what you want that day. ഓരോ ദിവസവും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം യാചിക്കുവിൻ. And leave it to me. സകലതും എനിക്ക് വിട്ടുതരുവിൻ. Don't worry after that. അതിനുശേഷം നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. What is needed for you that day will be given. ആ ദിവസം നിങ്ങൾക്ക് ആവശ്യമായത് നിങ്ങൾക്ക് നൽകപ്പെടും. It will be granted. അത് നിങ്ങൾക്ക് നൽകപ്പെടും. And it will come at the right time. അത് തക്ക സമയത്ത് നിങ്ങളെ തേടി വരും. Something might come that day. എന്തെങ്കിലും ഒന്ന് അന്ന് നിങ്ങളെ തേടി വന്നേക്കാം. Something will come 25 days later. മറ്റൊന്ന് 25 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളെ തേടി വന്നേക്കാം. Something might come 50 years later. മറ്റൊന്ന് 50 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ തേടി വന്നേക്കാം. But it will be the right thing. എന്നാൽ അതായിരിക്കും ശരിയായ സമയം. And it will be the right time. അതായിരിക്കും ശരിയായ സമയം. But in the meantime, എന്നാൽ ആ കാലയളവിൽ your heart will be so glad. നിങ്ങളുടെ ഹൃദയം അത്യധികം സന്തോഷിക്കും. Because you have given it into the hands of God. കാരണം നിങ്ങളത് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു. And you know that He has said yes. ദൈവം അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന കാര്യവും നിങ്ങൾക്കറിയാം. His answers and promises are yes and amen. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ഉത്തരങ്ങളും ഉവ്വയെന്നും ആമേനെന്നും ആകുന്നു. Heaven will say yes. സ്വർഗം അതിനെ സമ്മതം മൂളും. And your heart will be full of peace. നിങ്ങളുടെ ഹൃദയം സമാധാനത്താൽ നിറഞ്ഞിരിക്കും. That God has taken control. ദൈവം സകലതിന്റെയും നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നതിനാൽ. When I was in college, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് I saw all my fellow classmates going in pairs. എന്റെ സഹപാഠികൾ എല്ലാവരും ജോഡികളായി ഇണക്കുരുവികളെ പോലെ പോകുന്നത് ഞാൻ കാണാറുണ്ട്. In Facebook, everybody saying committed. ഫേസ്ബുക്കിൽ എല്ലാവരും എഴുതി വയ്ക്കും, ഞങ്ങൾ പ്രണയത്തിലാണ്. In a relationship. ഞങ്ങൾ പ്രണയത്തിലാണെന്ന് അവർ എഴുതി വയ്ക്കും. I was saying, what is happening around me? ഞാൻ സ്വയം ചോദിക്കും, എന്റെ ചുറ്റിലും എന്തെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Oh, that fantasy also came into me. ഒടുവിൽ ആ ചിന്ത എന്റെ മനസ്സിലും ഉടലെടുത്തു. I asked, Lord, should I also have a pair? ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എനിക്കും ഒരു ജോഡി ഉണ്ടായാൽ നന്നായിരിക്കുമല്ലോ. Give me a girl also. കർത്താവേ, എനിക്കും ഒരു പെൺകുട്ടിയെ നൽകണമേ. Otherwise I'll be left out. അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും. I should be a cool person in their eyes, no? അവരുടെ കണ്ണുകളിൽ ഞാനും മിടുക്കനായിരിക്കണം.
not because I wanted somebody. എനിക്ക് ഒരാളെ ആവശ്യമായതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. This is how silly our prayers are. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഇതുപോലെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. We ask because everybody else is doing it. എല്ലാവരും അത് ചെയ്യുന്നതുകൊണ്ട് നമ്മളും അതിനുവേണ്ടി യാചിക്കുന്നു, അത്ര തന്നെ. We ask because we want to be cool. നമ്മൾ മോശക്കാരാകരുത്, അതിനുവേണ്ടിയാണ് നമ്മൾ യാചിക്കുന്നത്. We want to be famous. നമ്മളും പ്രശസ്തരായി തീരണം. Silly prayers. നിസ്സാരമായ പ്രാർത്ഥനകൾ. That's why the Lord doesn't grant it everything we ask immediately. അതുകൊണ്ടാണ് നമ്മൾ യാചിക്കുന്ന സകല കാര്യങ്ങൾക്കും ഉടനടി ദൈവം ഉത്തരം നൽകാത്തത്. His will be done. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറണം. So when I asked the Lord, He said, no. ഞാൻ ദൈവത്തോട് യാചിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിനക്കത് വേണ്ട, Wait. നീ കാത്തിരിക്കൂ. This is all He said in my heart. ദൈവം എന്റെ ഹൃദയത്തിൽ പറഞ്ഞത് ഇത് I മാത്രമാണ്. was praying in a fasting prayer like this. ഒരു ഉപവാസ പ്രാർത്ഥനയിലും ഞാൻ ഇതുപോലെ പ്രാർത്ഥിക്കുകയായിരുന്നു. While all our team members were praying for the upcoming meetings and the ministry, ഞങ്ങളുടെ ടീമിലെ അംഗങ്ങൾ എല്ലാവരും വരാൻ പോകുന്ന യോഗങ്ങൾക്ക് വേണ്ടിയും ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ but then He asked me to wait. എന്നാൽ ദൈവം എന്നോട് കാത്തിരിക്കുവാൻ ആവശ്യപ്പെട്ടു. And after 7 years, God gave me a beautiful gift through my wife. 7 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഭാര്യ മുഖാന്തരം ദൈവം എനിക്ക് മനോഹരമായ ഒരു സമ്മാനം നൽകി. And she is such a blessing to me and a support to me. ഇന്ന് അവൾ എനിക്ക് വലിയൊരു അനുഗ്രഹവും പിന്തുണയുമാണ്. Today God has blessed us with 2 godly children ഇന്ന് ദൈവഭയമുള്ള 2 കുഞ്ഞുങ്ങളെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. who obey and have love for God and love for people. അവർ ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ജനങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നു. He gives us the best in His time. ദൈവം ദൈവത്തിൻ്റെതായ സമയത്ത് ഉത്തമമായത് നമുക്ക് നൽകുന്നു. He will give you the answer of your daily bread. ദൈവം നിങ്ങളുടെ അനുദിന പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകും. In verse 12 it says, 12ാമത്തെ വാക്യത്തിൽ പറയുന്നു, Jesus then asks us to pray, യേശു പിന്നീട് നമ്മോട് ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നു. forgive us our debts ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ as we forgive those who trespass against us. ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. Lead us not into temptation. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. Deliver us from the evil one. പിന്നെയോ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. Before I start praying, this is my first point. ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നതിന് മുൻപ് എൻ്റെ ആദ്യത്തെ പ്രാർത്ഥനാപേക്ഷ ഇതാണ്. Lord, forgive me. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. Forgive the wickedness in my heart. എൻ്റെ ഹൃദയത്തിലെ ദുഷ്ടതയെ അങ്ങ് ക്ഷമിക്കണമേ. Forgive the sins that are before you. കർത്താവെ, അങ്ങേക്ക് മുൻപിലുള്ള എൻ്റെ പാപങ്ങളെ അങ്ങ് ക്ഷമിക്കണമേ. Don't leave me, Lord. കർത്താവെ, അങ്ങെന്നെ കൈവിടരുതേ. Don't leave me today. കർത്താവെ, ഇന്ന് അങ്ങെന്നെ കൈവിടരുതേ. If you leave me, I will be exposed as nothing. അങ്ങെന്നെ കൈവിട്ടാൽ, അങ്ങെന്നെ വിട്ടുപോയാൽ ഞാൻ തികച്ചും ശൂന്യനായി തീരും. I will become a fraud. ഞാൻ ഒരു വ്യാജനായി തീരും. I will not have any blessing. എനിക്ക് ഒരു അനുഗ്രഹങ്ങളും ഉണ്ടാകുകയില്ല. I will not have any peace. എനിക്ക് യാതൊരു സമാധാനവും ഉണ്ടാകില്ല. I need you. എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്. Please forgive me. ദയവായി എന്നോട് ക്ഷമിക്കണമേ. Every day asking for forgiveness. എല്ലാ ദിവസവും ഞാൻ പാപക്ഷമയ്ക്കായി യാചിക്കുന്നു. Sometimes I feel I'm such a bad person that I have to ask for forgiveness every day. ചിലപ്പോൾ എല്ലാ ദിവസവും പാപക്ഷമ യാചിക്കത്തക്കവണ്ണം ഞാൻ വളരെ മോശമായി തീർന്നിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നാറുണ്ട്. But every day He is merciful. എന്നാൽ എല്ലാ ദിവസവും ദൈവം എന്നോട് കൃപാലുവായിരിക്കുന്നു. Cleans our heart. നമ്മുടെ ഹൃദയങ്ങളെ ദൈവം വിശുദ്ധീകരിക്കുന്നു. It makes us come out of such sins and habits. അതുപോലെയുള്ള പാപത്തിൽ നിന്ന്, ദുശീലത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവം നമുക്ക് പ്രാപ്തി നൽകുന്നു. Come out of bad ways. തെറ്റായ വഴികളിൽ നിന്ന് പുറത്തു വരുവാനും, Come out of our humanness നമ്മുടെ മാനുഷികമായ ചിന്തകളിൽ നിന്ന് പുറത്തു വരുവാനും and takes us into godliness. ദൈവം നമ്മെ ദൈവഭക്തിയിലേക്ക് വഴി നടത്തുന്നു. At that moment I can feel the Holy Spirit rising up in my heart. ആ നിമിഷം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഉണർന്നെഴുന്നേൽക്കുന്നത് എനിക്ക് അനുഭവിച്ചറിയുവാൻ Then സാധിക്കുന്നു. my prayer time completely changes. പിന്നീട് എൻ്റെ പ്രാർത്ഥനാ സമയം സമ്പൂർണ്ണമായി രൂപാന്തരപ്പെടുന്നു. I feel so free, എനിക്ക് വളരെയധികം സ്വാതന്ത്ര്യം അനുഭവപ്പെടുന്നു. so bold. വളരെ ധൈര്യം അനുഭവപ്പെടുന്നു. And the Holy Spirit starts praying through me whatever is needed in my life. എൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എന്നിലൂടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. Sometimes He shows me the will of God and asks me to pray for those things. ചിലപ്പോൾ ദൈവഹിതം പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തരുന്നു. ആ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു. Showing this is what God desires to do through you. നിന്നിലൂടെ ദൈവം ഇതാണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്നെനിക്ക് കാണിച്ചു തന്നുകൊണ്ട് Ask for that. അതിനുവേണ്ടി യാചിക്കൂ.
This is whom is suffering. God wants you to pray for them. Pray for them. ഈ വ്യക്തിയാണ് കഷ്ടം അനുഭവിക്കുന്നത്, നീ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. This is the temptation that is going to come against you. Pray that God will give you the strength. നിനക്കെതിരായി വരുവാൻ പോകുന്ന പ്രലോഭനം ഇതാണ്. ദൈവം നിനക്ക് ശക്തി നൽകുന്നതിന് വേണ്ടി നീ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കൂ. Through the Bible, as I read, God shows me what is going to come that day. ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ ആ ദിവസം എനിക്ക് നേരിടുവാൻ പോകുന്ന കാര്യങ്ങൾ അതിലൂടെ ദൈവം എനിക്ക് കാണിച്ചു തരുന്നു. Some things He speaks in my spirit. ചിലതെല്ലാം ദൈവം എൻ്റെ ആത്മാവിൽ എന്നോട് സംസാരിക്കുന്നു. All these things protect me ഇതെല്ലാം എന്നെ സംരക്ഷിക്കുന്നു and makes me pray according to His will. ദൈവത്തിന്റെ ഹിതാനുസരണം പ്രാർത്ഥിക്കുവാൻ എനിക്ക് പ്രാപ്തി നൽകുന്നു. Otherwise we'll be praying so blindly, അല്ലെങ്കിൽ നമ്മൾ തികച്ചും അന്ധമായി പ്രാർത്ഥിക്കും. not being led by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടാതെ നമ്മൾ പ്രാർത്ഥിക്കും. But as you draw near to God, എന്നാൽ നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ your prayer becomes led by the Holy Spirit. നിങ്ങളുടെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുന്ന പ്രാർത്ഥനകളായി തീരുന്നു. You'll feel Him so close to you. പിന്നീട് നിങ്ങൾക്ക് സമീപസ്ഥനാകുന്ന ദൈവത്തെ നിങ്ങൾ അനുഭവിച്ചറിയും. And He asks us to forgive our debtors. നമ്മുടെ കടക്കാരോട് ക്ഷമിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. Forgive those who sin against us. നമുക്കെതിരായി പാപം ചെയ്തവരോട് ക്ഷമിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. Very difficult. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. Some people will pray like this. ചില വ്യക്തികൾ ഇതുപോലെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. Oh holy Lord, അല്ലയോ പരിശുദ്ധനായ ദൈവമേ, fill me with your holiness. അങ്ങയുടെ വിശുദ്ധിയാൽ എന്നെ നിറയ്ക്കണമേ. But before you fill me, എന്നാൽ അങ്ങനെ നിറയ്ക്കുന്നതിന് മുൻപ് look at this person. ഈ വ്യക്തിയെ അങ്ങ് കാണണമേ. He's troubling me night and day. ഇവൻ രാപ്പകൽ എന്നെ ഉപദ്രവിക്കുന്നു. Lord, കർത്താവേ, I don't even want to say it. Finish him off. ഞാൻ അത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവേ, അവന്റെ കഥ കഴിക്കണമേ. Do justice, Lord. എനിക്ക് വേണ്ടി നീതി ചെയ്യണമേ. Take care of that woman. ആ സ്ത്രീയുടെ കാര്യം അങ്ങ് ഏറ്റെടുക്കണമേ. Bind her lips. അവരുടെ അധരങ്ങളെ അങ്ങ് ബന്ധിക്കണമേ. She should never speak again. അവൾ ഇനി ഒരിക്കലും എനിക്കെതിരായി സംസാരിക്കരുത്. Such powerful prayers. അതുപോലെയുള്ള ശക്തമായ പ്രാർത്ഥനകൾ ഞാൻ കേട്ടിട്ടുണ്ട്. God has only called us to bless people. ജനങ്ങളെ അനുഗ്രഹിക്കുവാൻ മാത്രമാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. No matter how much the enemies of this world do to us. ഈ ലോകത്തിന്റെ ശത്രുക്കൾ എത്ര തന്നെ നമ്മെ ഉപദ്രവിച്ചാലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Having a peace in your heart is more important than anything. മറ്റെന്തിനേക്കാളും വലുത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സമാധാനം ഉണ്ടാകുക എന്നതാണ്. I have learned to calm down and forgive and move on. ഞാൻ ശാന്തമായിരുന്ന് ക്ഷമിക്കുവാനും മുന്നോട്ട് പോകുവാനും പഠിച്ചിട്ടുണ്ട്. For the sake of peace, to mend the relationship. നമ്മുടെ ബന്ധങ്ങളിൽ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ ക്ഷമിക്കുവാൻ തയ്യാറാണ്. Ask that in prayer and God will give you the strength. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥനയിൽ യാചിക്കുവിൻ, ദൈവം നിങ്ങൾക്ക് ശക്തി നൽകും. The betrayal of this person is troubling me, Lord. കർത്താവേ, ഈ വ്യക്തി എനിക്കെതിരായി ചെയ്ത ആ വഞ്ചന അത്യധികം എന്നെ അസ്വസ്ഥനാക്കുന്നു. This evil act against me is paining my heart. കർത്താവേ, എനിക്കെതിരായുള്ള ഈ ദുഷ്പ്രവൃത്തി എന്റെ ഹൃദയത്തെ വളരെയധികം വേദനിപ്പിക്കുന്നു. Take it to the Lord. നിങ്ങൾ അതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. He will give you the peace to forgive them and get right with them also. അവരോട് ക്ഷമിക്കുവാനുള്ള സമാധാനം ദൈവം നിങ്ങൾക്ക് നൽകും. അവരോട് അനുരഞ്ജനപ്പെടുവാനും ദൈവം നിങ്ങൾക്ക് പ്രാപ്തി നൽകും. Jesus even asks us to bless them. അവരെ ശപിക്കാതെ അനുഗ്രഹിക്കുവാനാണ് യേശു നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. Only the Holy Spirit can give us the strength to bless such people. അങ്ങനെയുള്ളവരെ ശപിക്കാതെ അനുഗ്രഹിക്കുവാനുള്ള ശക്തി നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. And we pray, lead us not into temptation. നമ്മൾ പ്രാർത്ഥിക്കുന്നു, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. Deliver us from the evil one. ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. Asking God for the strength to come out of every temptation of the day. ആ ദിവസത്തെ പരീക്ഷകളിൽ നിന്ന് പുറത്തു വരുവാനുള്ള ശക്തി നമുക്ക് നൽകുവാൻ ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട്. As I said many times, He reveals that in the Word of God to me. ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും ദൈവവചനത്തിലൂടെ ദൈവം അതെല്ലാം എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. And many times He makes me confess my sins and ask the strength to get away from it. പലപ്പോഴും എൻ്റെ പാപങ്ങളെ ഏറ്റുപറയുവാൻ, അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ശക്തിക്ക് വേണ്ടി യാചിക്കുവാൻ ദൈവം എനിക്ക് പ്രാപ്തി നൽകുന്നു. He even shows the temptations that are yet to come. ഇനിയും വരാനിരിക്കുന്ന സകല പ്രലോഭനങ്ങളെയും ദൈവം എനിക്ക് കാണിച്ചു തരാറുമുണ്ട്. Through the Word of God. ദൈവവചനം മുഖാന്തരം. And pray over it. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് പ്രാപ്തി നൽകാറുമുണ്ട്. That God will give us the strength to conquer it.
അതെ, അതിനോട് എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകും. Finish all your battles in prayer that morning. അന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനയിൽ തന്നെ നിങ്ങളുടെ സകല പോരാട്ടങ്ങളും പൂർത്തീകരിക്കുവിൻ. And you will go out as a victorious one. അതിനുശേഷം വിജയശാലികളായി പുറപ്പെട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. Without praying, don't go and battle in the world. പ്രാർത്ഥിക്കാതെ നിങ്ങൾ ലോകത്തിലേക്ക് കടന്നു പോകരുത്, ലോകത്തിൽ പോയി യുദ്ധം ചെയ്യരുത്. Then you'll be fighting with people, പിന്നീട് നിങ്ങൾ ജനങ്ങളോട് പോരടിക്കും, fighting with the devil, പിശാചിനോടും പോരടിക്കും, fighting with your weaknesses and problems. നിങ്ങളുടെ ബലഹീനതകളോടും പ്രശ്നങ്ങളോടും നിങ്ങൾ പോരടിക്കും, Like any other person. മറ്റ് ഏതൊരു വ്യക്തിയെ പോലെയും. But we are not like other people. എന്നാൽ നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല. We are people who know the Lord and have the Lord with us. നമ്മൾ ദൈവത്തെ അറിയുന്ന ജനമാണ്, ദൈവം നമ്മിൽ വസിക്കുന്നു, നമ്മൾ ശ്രേഷ്ഠ ജനമാണ്. So let your time of prayer help you for the day. ആകയാൽ ആ ദിവസത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമായ സകല സഹായവും നിങ്ങളുടെ പ്രാർത്ഥനാ സമയം നിങ്ങൾക്ക് നൽകട്ടെ. His mercies are new every morning. ദൈവത്തിന്റെ കൃപ രാവിലെ തോറും പുതിയതാകുന്നു. Pray every morning and receive those mercies. എല്ലാ പ്രഭാതത്തിലും പ്രാർത്ഥിക്കുവിൻ, ദൈവത്തിന്റെ കൃപ പ്രാപിക്കുവിൻ. I want to end with this sister's story. ഈ സഹോദരിയുടെ കഥ പറഞ്ഞ് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കട്ടെ. Mrs. Ratna Kumari was from Hyderabad. ഹൈദരാബാദിൽ നിന്നുള്ള സഹോദരി രത്നകുമാരിയുടെ സാക്ഷി. She got married in 2000. 2000-ലാണ് അവരുടെ വിവാഹം നടന്നത്. And they were not blessed with a child after 6 years of marriage. വിവാഹം കഴിഞ്ഞ് 6 വർഷങ്ങൾക്ക് ശേഷവും അവർക്ക് ഒരു കുഞ്ഞിനെ ദാനമായി ലഭിച്ചില്ല. She was barren because her fallopian tubes were closed. അവരുടെ ഫെലോപ്പിയൻ ട്യൂബുകൾ അടഞ്ഞിരുന്നതുകൊണ്ട് അവർക്ക് ഗർഭം ധരിക്കുവാൻ സാധിച്ചില്ല. No hope to have children. കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന പ്രത്യാശ അവർക്ക് നഷ്ടപ്പെട്ടു. The doctor suggested adoption is the only way. ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക എന്നതാണ് ഏക പോംവഴിയെന്ന് ഡോക്ടർമാർ പറഞ്ഞു. Some people even suggested for her husband to get married to somebody else so that he can have a family. ചിലർ അവരുടെ ഭർത്താവിനോട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമല്ലോ എന്ന് അവർ അഭിപ്രായപ്പെട്ടു. But being a God-fearing person, the husband refused. എന്നാൽ ദൈവഭയമുള്ള വ്യക്തിയായതുകൊണ്ട് ഭർത്താവ് ആ നിർദ്ദേശത്തെ നിരാകരിച്ചു. He said, "We are made for each other. We'll trust that Jesus builds our life." അദ്ദേഹം പറഞ്ഞു, ദൈവമാണ് ഞങ്ങളെ പരസ്പരം ഒരുമിപ്പിച്ചത്, ദൈവം ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ കെട്ടിപ്പണിയും. He will do a miracle. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കും. In the Secunderabad prayer tower that we have, ഞങ്ങൾക്ക് സെക്കന്ദരാബാദിൽ ഒരു പ്രാർത്ഥനാ ഗോപുരമുണ്ട്. ഒരിക്കൽ ആ പ്രാർത്ഥനാ ഗോപുരത്തിൽ in faith they enrolled their unborn child in the young partners plan. വിശ്വാസത്തോടെ ഈ പ്രിയപ്പെട്ടവർ തങ്ങൾക്ക് ഇതുവരെ ജനിക്കാത്ത തങ്ങളുടെ കുഞ്ഞിനെ ബാലജന പങ്കാളിത്ത പദ്ധതിയിൽ അംഗമായി ചേർത്തു. We have the young partners plan and Jesus calls to pray for the young people every day. എല്ലാ ദിവസവും യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിനെ യേശു വിളിക്കുന്ന ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് ബാലജന പങ്കാളിത്ത പദ്ധതിയുണ്ട്. Even without a child they enrolled in faith. അവർക്ക് ആ സമയത്ത് ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല, എങ്കിലും വിശ്വാസത്തോടെ അവർ തങ്ങളുടെ കുഞ്ഞിനെ ആ പദ്ധതിയിൽ ചേർത്തു. The prayer intercessors prayed fervently. പ്രാർത്ഥനാ പടയാളികൾ തീക്ഷ്ണതയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. And in the year of 2006 2006 വർഷത്തിൽ there was a partners meeting in Hyderabad. ഹൈദരാബാദിൽ വെച്ച് പങ്കാളികളുടെ ഒരു യോഗം നടക്കുകയുണ്ടായി. And Dr. Paul Dinakaran came and quoted this verse in his preaching. ഡോക്ടർ പോൾ ദിനകരൻ അവിടേക്ക് ചെന്ന് തന്റെ സന്ദേശത്തിൽ ഈ വചനം ഉദ്ധരിച്ചു. Exactly that day he said in Deuteronomy 7:14. ആവർത്തനം 7:14 കാണുന്ന വചനമാണ് അദ്ദേഹം അന്ന് അവിടെ പറഞ്ഞത്. None will be barren among you. നിങ്ങളിൽ വന്ധ്യനും വന്ധ്യയും ഉണ്ടാകയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. She was sitting in the last row and she got shocked to hear that. ആ സഹോദരി അവസാനത്തെ വരിയിലാണ് ഇരുന്നിരുന്നത്. അത് കേട്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. She started praying over that promise. അവർ ആ വാഗ്ദത്തം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. And in the early next year, അടുത്ത വർഷം ആദ്യം തന്നെ she conceived and gave birth to a beautiful boy. ആ സഹോദരി ഗർഭം ധരിച്ച് ഒരു ആൺകുഞ്ഞിനെ ജന്മം നൽകി. With the fallopian tubes closed. അവരുടെ ഫെലോപ്പിയൻ ട്യൂബുകൾ അടഞ്ഞിരുന്നു. God opened it and gave a way. എന്നാൽ ദൈവം അത് തുറന്നു, ഒരു വഴി ഉണ്ടാക്കി. They named him Matthew and he's studying in the University of Karunya. അവർ ആ കുഞ്ഞിനെ മാത്യു എന്ന് പേര് നൽകി. അവനിപ്പോൾ കാരുണ്യ സർവകലാശാലയിൽ പഠിക്കുന്നു. God gave her 2 more children after that. ദൈവം പിന്നീട് 2 കുഞ്ഞുങ്ങളെ കൂടി അവർക്ക് നൽകി. She put them both in Karunya also. അവർ ആ കുഞ്ഞുങ്ങളെയും കാരുണ്യയിൽ പഠിപ്പിക്കുന്നു.
made all of them young partners. അവരെ എല്ലാവരെയും ബാലപങ്കാളികളാക്കി മാറ്റി. And she's praising the Lord for a mighty miracle in her life. ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതത്തിനായി അവർ ദൈവത്തെ സ്തുതിക്കുന്നു. Seek him in truth. സത്യസന്ധമായി ദൈവത്തെ അന്വേഷിക്കുവിൻ. Seek him earnestly. സത്യസന്ധമായി ദൈവത്തെ അന്വേഷിക്കുവിൻ. And he will draw near to you and answer you. അപ്പോൾ ദൈവം നിങ്ങൾക്ക് സമീപസ്ഥനാകും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. Shall we right now ask for a prayerful spirit to connect with God every day? എല്ലാ ദിവസവും ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുന്നതിന് ഒരു പ്രാർത്ഥനാത്മാവിനെ ദൈവം നമുക്ക് നൽകുന്നതിനു വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. Ask for the gift of having God connected with you in prayer. പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളോട് ബന്ധം സ്ഥാപിക്കണം. അതിനുള്ള കൃപാവരത്തിനായി പ്രാർത്ഥിക്കുവിൻ. Our heart might think other things are the easy option. ചിലപ്പോൾ മറ്റു വഴികളാണ് എളുപ്പമെന്ന് നമ്മുടെ ഹൃദയം ചിന്തിച്ചേക്കാം. We don't need him every day. നമുക്ക് എല്ലാ ദിവസവും ദൈവത്തെ ആവശ്യമില്ലെന്ന് പറഞ്ഞേക്കാം. But let's ask God for a new heart today. എന്നാൽ ഒരു പുതിയ ഹൃദയത്തിനു വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. A heart which seeks after you, Lord. കർത്താവേ, അങ്ങേ അന്വേഷിക്കുന്ന ഒരു ഹൃദയം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. Longs for you for our life. ജീവിതത്തിലുടനീളം അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Lord, teach my heart to know that without you I cannot survive. കർത്താവേ, അങ്ങയെ കൂടാതെ എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കാനാവില്ലെന്ന് എൻ്റെ ഹൃദയത്തെ അങ്ങ് പഠിപ്പിക്കണമേ. Give me a hunger and thirst in my heart to seek after you. കർത്താവേ, അങ്ങയെ അന്വേഷിക്കുവാനുള്ള ഒരു ദാഹം, ആഗ്രഹം അങ്ങന്റെ ഹൃദയത്തിൽ Give ഉരുവാക്കണമേ. me a hunger and thirst to seek after you. കർത്താവേ, അങ്ങയെ അന്വേഷിക്കുവാനുള്ള ദാഹവും ആഗ്രഹവും എനിക്ക് നൽകണമേ. I need you, Lord. കർത്താവേ, എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്. He is teaching your heart to love him. ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ പഠിപ്പിക്കുന്നു. My friends, God has come seeking you. സ്നേഹിതന്മാരെ, നിങ്ങളെ അന്വേഷിച്ച് ദൈവം വന്നിരിക്കുന്നു. He has humbled himself. ദൈവം തന്നെ താൻ താഴ്ത്തിയിരിക്കുന്നു. He given his life for you. തന്റെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. And even today ഇന്നീ സുദിനത്തിലും stands at the door of your heart. ദൈവം നിങ്ങളുടെ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുന്നു. Knocks the door. ദൈവം ഹൃദയവാതിൽക്കൽ മുട്ടുന്നു. And asks, can I come in and eat ഞാൻ with you? അകത്തേക്ക് വന്ന് നിങ്ങളോടൊപ്പം അത്താഴം കഴിക്കട്ടെ എന്ന് നിങ്ങളോട് ചോദിക്കുന്നു. Can I come into your heart, my child, and can I stay with എന്റെ you? കുഞ്ഞെ, എനിക്ക് നിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനാവുമോ? നിന്നോടൊപ്പം വസിക്കുവാൻ കഴിയുമോ? Oh Lord, കർത്താവേ, how humble you are. അങ്ങ് എത്ര താഴ്മയുള്ളവനാണ്. How loving you are. അങ്ങ് എത്ര സ്നേഹനിധിയാണ്. Even though we have drawn away from you, ഞങ്ങൾ അങ്ങിൽ നിന്ന് അകന്നു പോയെങ്കിലും you bring us back to us. അങ്ങ് ഞങ്ങളെ തിരികെ അങ്ങിലേക്ക് കൊണ്ടുവരുന്നു. You come running after us അങ്ങ് ഞങ്ങൾക്ക് പിന്നാലെ ഓടി വന്നു. with your nail-pierced hands. അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങളാ You hug us and kiss us, oh God. അങ്ങ് ഞങ്ങളെ ആലിംഗനം ചെയ്ത് ഉമ്മ വയ്ക്കുന്നു. Now we surrender our life to ഇപ്പോൾ you. ഞങ്ങൾ ജീവിതം അങ്ങേക്ക് സമർപ്പിക്കുന്നു. We want nothing more than we want you, കർത്താവേ, Lord. ഇതിലധികം ഞങ്ങൾക്കൊന്നും വേണ്ട, അങ്ങയെ മാത്രം മതി. We want Jesus. ഞങ്ങൾക്ക് യേശുവിനെ മതി. We want you every day, ഞങ്ങൾക്ക് എല്ലാ ദിവസവും യേശുവിനെ വേണം. every moment. എല്ലാ നിമിഷവും. Ask Jesus right now. ഇപ്പോൾ യേശുവിനോട് യാചിക്കുവിൻ. He's flowing into your heart with love. യേശു സ്നേഹത്തോടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നു. He is overjoyed to have a place in your heart, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഇടം ലഭിക്കുന്നതിൽ കർത്താവ് അത്യധികം to ആനന്ദിക്കുന്നു. be a father to you. നിങ്ങൾക്കൊരു പിതാവായിരിക്കുന്നതിനെ. He said you will not be called slaves anymore. നിങ്ങളെ ഇനി അടിമകളെന്ന് വിളിക്കുകയില്ലെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. You will not be called servants. നിങ്ങളെ ഇനി ദാസന്മാരെന്ന് വിളിക്കുകയില്ല. You will be called my child, നിങ്ങൾ എന്റെ മക്കൾ എന്ന പേരിൽ അറിയപ്പെടും. my beloved son in whom I am well നീ pleased. എന്റെ പ്രിയ പുത്രൻ എന്നറിയപ്പെടും. നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. You forgive us and accept us as your own, O God. കർത്താവേ, അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ച് അങ്ങയുടെ സ്വന്തം മക്കളായി ഞങ്ങളെ സ്വീകരിക്കുന്നു. We are so grateful to you. ഞങ്ങൾ അങ്ങയോട് നന്ദിയുള്ളവരാണ്. Thank you for your loving kisses are coming upon us. അങ്ങയുടെ സ്നേഹനിർഭരമായ ഉമ്മകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് നന്ദി. Thank you for forgiving us. ഞങ്ങളോട് ക്ഷമിക്കുന്നതിന് നന്ദി. Thank you for promising to provide our daily bread. ഞങ്ങൾക്ക് അന്നേക്കുള്ള അപ്പം നൽകാമെന്ന് വാഗ്ദത്തം ചെയ്യുന്നതിന് നന്ദി. Thank you for promising us to build our life. ഞങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പണിയാമെന്ന് വാഗ്ദത്തം നൽകുന്നതിന് നന്ദി. Thank you for blessing us to take us to a great
heights. ഞങ്ങളെ അനുഗ്രഹിച്ച് അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തുന്നതിന് നന്ദി. What will we do without you, Lord? അങ്ങയെ കൂടാതെ ഞങ്ങൾ എന്ത് ചെയ്യും? Thank you for not leaving us alone. ഞങ്ങളെ ഏകനായി കൈവിടാതിരിക്കുന്നതിന് നന്ദി. We call you Heavenly Father. ഞങ്ങൾ അങ്ങയെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നു. And we honor your name. ഞങ്ങൾ അങ്ങയുടെ നാമത്തെ മാനിക്കുന്നു. We hide under your name. ഞങ്ങൾ അങ്ങയുടെ നാമത്തിനു കീഴിൽ അഭയം We പ്രാപിക്കുന്നു. surrender to your will. ഞങ്ങൾ അങ്ങയുടെ ഹിതത്തിന് ഞങ്ങളെ സമർപ്പിക്കുന്നു. We join our hands and our hearts with you. ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങളും ഹൃദയങ്ങളും അങ്ങയോട് ചേർക്കുന്നു. Father, we love you. പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. Give your children a prayerful spirit പ്രാർത്ഥനയിൽ മുഴുകുന്ന ഒരു ആത്മാവിനെ അങ്ങയുടെ മക്കൾക്ക് അങ്ങ് to നൽകി always seek you എപ്പോഴും അങ്ങയെ അന്വേഷിക്കുന്നതിനെ from the bottom of their heart, Lord. അവരുടെ ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് Holy Spirit, come into them പരിശുദ്ധാത്മാവെ അവരിലേക്ക് വരേണമേ. and let them hear your voice. അവർ അങ്ങയുടെ ശബ്ദം കേൾക്കട്ടെ. Let them be guided by you in reading the Bible, അവർ അങ്ങയാൽ വഴി നടത്തപ്പെടട്ടെ, വചനം വായിക്കട്ടെ. guided by you in their heart. അവർ ഹൃദയത്തിൽ അങ്ങയാൽ വഴി നടത്തപ്പെടട്ടെ. Let them have a joyous relationship with you. അവർക്ക് അങ്ങയോട് സന്തോഷ നിർഭരമായ ഒരു ബന്ധമുണ്ടാകട്ടെ. Give us a new spirit, Lord, കർത്താവേ, ഞങ്ങൾക്ക് പുതിയൊരു ആത്മാവിനെ നൽകണമേ. to pray every day, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതിന്, to be at your feet every day, ദിവസവും അങ്ങയുടെ to പാദപീഠത്തിലായിരിക്കും, listen to your voice every day, ദിവസവും അങ്ങയുടെ ശബ്ദം കേൾക്കുന്നതിന്, and to receive heavenly answers from the Almighty God. സർവശക്തനിൽ നിന്ന് സ്വർഗീയമായ ഉത്തരങ്ങൾ പ്രാപിക്കുന്നതിന്, Even now, let your answers flow. ഇപ്പോഴും അങ്ങയുടെ ഉത്തരങ്ങൾ അവരിലേക്ക് ഒഴുകി ചെല്ലട്ടെ. Let your healing flow. അങ്ങയുടെ രോഗശാന്തി അവരിലേക്ക് ഒഴുകി ചെല്ലട്ടെ. Let your blessings flow. അങ്ങയുടെ അനുഗ്രഹങ്ങളും Let your deliverance flow. അങ്ങയുടെ വിടുതലും Let your victory flow. അങ്ങയുടെ വിജയവും Let your righteousness flow. അങ്ങയുടെ നീതിയും Let your salvation flow. അങ്ങയുടെ രക്ഷയും Let your love, joy, and peace flow. അങ്ങയുടെ സ്നേഹവും സമാധാനവും സന്തോഷവും Let it flow into their hearts, അതെല്ലാം അവരുടെ ഹൃദയത്തിലേക്ക് ഒഴുകി ചെല്ലട്ടെ. flow into their lives, അവരുടെ ജീവിതത്തിലേക്കും flow into their family. അവരുടെ We കുടുംബങ്ങളിലേക്കും. give you praise, Lord. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. We give you glory. സകല മഹത്വവും അങ്ങേക്ക് കരേറ്റുന്നു. We give you our heart, ഞങ്ങളുടെ ഹൃദയം അങ്ങേക്ക് നൽകുന്നു. which is what you desire the most. കർത്താവേ, അതാണല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത്. Thank you for loving us, Lord, ഞങ്ങളെ സ്നേഹിക്കുന്നതിന് നന്ദി. and for never giving up on us. ഞങ്ങളെ ഒരിക്കലും കൈവിടാതിരിക്കുന്നതിനും നന്ദി. We fall at your feet, Lord Jesus. ഞങ്ങൾ അങ്ങയുടെ കാൽക്കൽ വീഴുന്നു. Thank you, Father. പിതാവേ, നന്ദി. In Jesus' name, യേശുവിന്റെ നാമത്തിൽ amen. ആമേൻ. God bless you.